നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പൗർണമി, തുലാമാസത്തിലെ പൗർണമി എങ്ങനെ ആഘോഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. തുലാമാസത്തിലെ പൗർണമി എന്ന് പറയുമ്പോൾ 2024 നവംബർ 15 ആണ് തുലാമാസത്തിലെ പൗർണമി വരുന്നത്. എല്ലാ മാസത്തിലെയും പൗർണമിക്ക് ഓരോരോ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. ഈ മാസത്തെ തുലാമാസത്തിലെ പൗർണമിയുടെ പ്രത്യേകത വ്യാധി, എല്ലാ രോഗങ്ങളും രോഗശമനത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. രോഗശമന അല്ലെങ്കിൽ വ്യാധി നാശ പൗർണമി എന്നാണ് പറയുന്നത്. ദാരിദ്ര്യനാശമുണ്ട്, സർവൈശ്വര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതുണ്ട്, സന്തതി സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഓരോ പൗർണമിക്കും ഓരോ ലക്ഷ്യമാണെങ്കിൽ തുലാമാസത്തിലെ പൗർണമിയുടെ പ്രത്യേകത, അതായത് 15/11/2024 നമ്മൾ ആഘോഷിക്കുന്ന പൗർണമിയുടെ പ്രത്യേകത, അത് രോഗശമനത്തിന്, രോഗങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നവർക്ക് അതിൽ നിന്ന് പെട്ടെന്ന് മോചനം കിട്ടാൻ, ആദിവ്യാധികളെല്ലാം മാറ്റുന്നതിന് വേണ്ടി മഹാദേവന് അന്ന അഭിഷേകം പ്രാർത്ഥനകൾ, അതായത് അന്നം കൊണ്ട് അഭിഷേകം വരെ ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് ഭഗവാന് നമ്മൾ അരി കൊണ്ട് അഭിഷേകം ചെയ്യാം, പിന്നെ ചോറ് വെച്ച് വെള്ള നിവേദ്യം വെച്ച് ഭഗവാനെ നമുക്ക് പൂജ ചെയ്യാം, പാർവതീദേവിയെ പൂജ ചെയ്യാം, ദുർഗാദേവിയെ പൂജ ചെയ്യാം. അപ്പോൾ അങ്ങനെ പൗർണമി എന്ന് പറയുമ്പോൾ തന്നെ ദുർഗാദേവിക്ക് പ്രാധാന്യമുള്ളതാണ്. സാധാരണ പൗർണമി ദിവസം നമ്മൾ എല്ലാവരും സാധാരണ പോലെ തന്നെ പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ശുദ്ധ വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, കഴിയുന്നതും വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് വ്രതമെടുക്കുന്നത്, അവർ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചാൽ വളരെ നന്നായിരിക്കും. ചന്ദന കളർ, ഓഫ് വൈറ്റ്, ചന്ദ്രൻ്റെ നിറം വെള്ളയാണ്, ഓഫ് വൈറ്റ് ആണ്, ക്രീം കളറാണ്, ചന്ദന നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ കൂടുതൽ ഫലം കിട്ടും. വീടും പരിസരമൊക്കെ നല്ലോണം ശുദ്ധീകരിച്ച് വൃത്തിയാക്കി എല്ലാം ഇതാക്കി കഴിഞ്ഞ് പൂജാമുറി നല്ല അടിച്ച് തുടച്ച് നല്ല വൃത്തിയാക്കി. ഈ പ്രാവശ്യത്തെ വെള്ളിയാഴ്ചയാണ് പൗർണമി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നെയ്വിളക്ക് കത്തിക്കുന്ന വീടുകൾ ധാരാളമുണ്ട്. വെള്ളി വിളക്കിൽ നെയ്യ് കത്തിച്ച് ലക്ഷ്മി പൂജ ചെയ്യുന്നവരുണ്ട്, ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നവരുണ്ട്. അപ്പം കുബേരലക്ഷ്മി പൂജ ചെയ്യുന്നവരുണ്ട്. വെള്ളിയാഴ്ച ദിവസം നെയ്ദീപം തെളിക്കുന്ന പല വീടുകളിലും വെള്ളിയാഴ്ചകളിൽ നെയ്ദീപം തെളിക്കുന്നതുണ്ട്. അപ്പൊ ഈ പ്രാവശ്യത്തെ പൗർണമി വരുന്നത് വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ഭരണി നക്ഷത്രത്തിലാണ് വരുന്നത്. അപ്പൊ ചന്ദ്രൻ മേടരാശിയിലാണ് നിൽക്കുന്നത്. മേടരാശി ഉദയരാശിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതും തുലാമാസം അവസാനിക്കുന്ന ദിവസമാണ്. തുലാമാസം അവസാനിക്കുന്ന ദിവസം നമ്മൾ പൗർണമി ആഘോഷിക്കുകയാണ്. അപ്പൊ ഈ ആഘോഷിക്കുന്ന പൗർണമിയുടെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു, സർവ്വരോഗങ്ങൾ ശമിപ്പിക്കുന്നതിനാണ്. പക്ഷെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് സർവ്വ ഐശ്വര്യത്തിനായിട്ട് നമുക്ക് കണക്കാക്കാം. മഹാദേവനെ പ്രാർത്ഥിക്കാം, ശ്രീപാർവതിയെ പ്രാർത്ഥിക്കാം, അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിക്കാം. അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ആ വെള്ളിയാഴ്ചയുടെ ആ മഹാലക്ഷ്മിയുടെ ഐശ്വര്യവും കൂടി അതിൽ വരും. അപ്പം നമ്മൾക്ക് പൗർണമി വ്രതം എടുക്കുന്നവർ രാവിലെ കുളിച്ച് പൂജാമുറിയൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി സാധാരണ കത്തിക്കുന്ന വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനകളൊക്കെ ചെയ്ത് ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി 2 നേരങ്ങളിലും ഗോതമ്പോ മറ്റെന്തെങ്കിലും കഴിച്ചിട്ട് വളരെ ശുദ്ധവൃത്തിയോടുകൂടി ദേവി മഹാത്മ്യം വായിക്കുക. ദേവി മഹാത്മ്യം എന്ന് പറയുന്നത് ദുർഗാദേവിയെ സ്തുതിച്ചുകൊണ്ട് ഉള്ളതാണ്, ചന്ദ്രമായി സ്തുതിച്ചുകൊണ്ടുള്ളതാണ്. ദേവി പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. പക്ഷെ ഇവിടെ ഇതും കൂടെ ഉള്ളത് കൊണ്ട്, രോഗശമനത്തിനായതുകൊണ്ട് നമുക്ക് ദേവി മഹാത്മ്യം വായിക്കുന്നതോടൊപ്പം തന്നെ സപ്തശതി, ദുർഗാ സപ്തശതി വായിക്കാം. അതുപോലെ തന്നെ നമുക്ക് മഹാലക്ഷ്മി സ്തവം, വെള്ളിയാഴ്ചയായതുകൊണ്ട് മഹാലക്ഷ്മി സ്തവം വായിക്കാം, കനകധാര വായിക്കാം. അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാം, ലളിതാ സഹസ്രനാമം, വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കാം.
ഉപയോഗിക്കാം. ഇങ്ങനെ പ്രാർത്ഥനകൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നതും ഈ പൗർണമി ദിവസം പകലുറക്കമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ജോലിക്ക് പോകുന്നവർ ജോലി ചെയ്തോട്ടെ, അതിനിടയിൽ മഹാലക്ഷ്മിയെയും മഹാദേവനെയും ശ്രീപാർവതിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അവനവൻ്റെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യാം. വൈകിട്ടാണ് സാധാരണ നമ്മൾ പൗർണമി പൂജ ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിൽ രാവിലെ ഉച്ചപൂജ കഴിഞ്ഞിട്ട് പൗർണമി പൂജ ചെയ്യുന്നുണ്ട്, പക്ഷെ വൈകുന്നേരങ്ങളിൽ പൂജ ചെയ്യുന്നതുമുണ്ട്. അപ്പം നമുക്ക് വീടുകളിൽ പൗർണമി പൂജ ചെയ്യുന്നത് ചന്ദ്ര ഉദയത്തിന് ശേഷമാണ്. ചന്ദ്രോദയം 5:50-നാണ്. 5:30 മുതൽ ചന്ദ്രൻ ഉദിച്ചു തുടങ്ങും. പൗർണമി ആയതുകൊണ്ട് നേരത്തെ തൊട്ട് കാണും. 5:55-നാണ് അസ്തമനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സൂര്യാസ്തമനത്തിന് ശേഷം 6 മണിക്ക് 6:30-ക്ക് നമ്മളൊരു ദീപമൊക്കെ തെളിച്ചതിന് ശേഷം, നമ്മൾ സന്ധ്യാദീപം തെളിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നമ്മൾ നിത്യപ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പൗർണമി പൂജ ചെയ്യുന്നത്. പൗർണമി വ്രതമെടുക്കുന്നവർ പൗർണമി പൂജ ചെയ്യാൻ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറ്റുന്നവരൊക്കെ എല്ലാവരും വൈകിട്ട് വന്ന് മേലൊക്കെ കഴുകി ശുദ്ധമായി കുളിക്കാൻ പറ്റിയാൽ കുളിച്ച് നല്ല ശുഭ്രവസ്ത്രങ്ങളൊക്കെ ധരിച്ച്, വെള്ളിയാഴ്ച ആയതുകൊണ്ടും വെള്ളയും ചുവപ്പ് നിറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ശരിക്കും അരി കൊണ്ടാണ് നമ്മൾ അർച്ചന ചെയ്യുന്നത്. അപ്പം നമുക്ക് നിവേദ്യമായിട്ട് വെള്ള നിവേദ്യം വയ്ക്കാം, പാൽപ്പായസ നിവേദ്യം വയ്ക്കാം, വെള്ളിയാഴ്ച ആയിട്ട് ശർക്കര പായസവും വയ്ക്കാം. ഒരു 1/2 കിലോ അരി മേടിച്ച് നല്ലോണം വേവിച്ചിട്ട് ഒരു 3/4 ഭാഗം എടുത്ത് വെള്ള നിവേദ്യമായി വയ്ക്കാം. അതിൻ്റെ പിന്നെ ഉള്ളതിനെ പകുതി എടുത്ത് പാൽപ്പായസമായിട്ട് പാലൊഴിച്ച് 2 ഏലക്കയും ഇട്ട് പഞ്ചസാരയും ഇട്ട് കഴിഞ്ഞ് നെയ്യ് ഒഴിച്ചാൽ പാൽപ്പായസമായി. ബാക്കിയുള്ളത് നാളികേരക്കൊത്തും പിന്നെ നാളികേരക്കൊത്തൊക്കെ വറുത്തിട്ട് നല്ല ഒരു ശർക്കര പായസം, ശർക്കര ഒഴിച്ച് തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ട് നല്ല ഒരു കൽക്കണ്ടവും മുന്തിരിയും പഴനുറുക്കൊക്കെ ഇട്ട് നല്ലൊരു ശർക്കര പായസം ഉണ്ടാക്കി വയ്ക്കുക. 1/2 കിലോ അരി മതി. 1 കിലോ അരി മേടിച്ചാൽ 1/2 കിലോ അരി കൊണ്ട് ഈ നിവേദ്യങ്ങളെല്ലാം ഉണ്ടാക്കാം. 1/2 കിലോ അരി കൊണ്ട് അതിൽ മഞ്ഞളും കൂടി ചേർത്തിട്ട് അക്ഷത പോലെ വെച്ച് നമുക്ക് അർച്ചനയ്ക്ക് ഉപയോഗിക്കാം. അപ്പം അർച്ചനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിക്കാം, അന്നപൂർണേശ്വരി സ്തവം ചൊല്ലാം, ലളിതാ സഹസ്രനാമം ചൊല്ലി അർച്ചന ചെയ്യാം, ദുർഗാ സപ്തശതി ചൊല്ലി അർച്ചന ചെയ്യാം. എപ്പോഴും നമ്മൾ മഹാദേവനെ കൂടി വ്യാധി നാശം, എല്ലാ രോഗങ്ങളുടെയും രോഗശമനത്തിനായിട്ട് ശരിക്കും വൈദ്യനാഥനായ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ധന്വന്തരിമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഈ ദിവസം എല്ലാ അസുഖങ്ങളും മാറി, അസുഖം വന്നവർക്ക് അസുഖങ്ങൾ മാറണം, മരുന്നുകൾ ഫലിക്കണം, അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈകുന്നേരം 6:30-ക്ക് ശേഷം ചന്ദ്രൻ ഉദിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പൂജ ചെയ്യുന്നത്. എല്ലാവരും ശമ്പളം പടിഞ്ഞിരുന്ന് ഒരു നെയ്വിളക്ക് കത്തിച്ച്, ഒരു വിളക്ക് മതി, നെയ്യ് വേണമെന്നൊന്നുമില്ല, എണ്ണ വിളക്കായാലും കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാവരും ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, എണ്ണ വിളക്കാണെങ്കിലും ചെറിയ വിളക്ക്. അപ്പോൾ ഒരു ആളേ ഉള്ളൂ, ഒരു കുടുംബത്തിൽ 3 or 4 പേരോ ആണെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് അത് ഭദ്രദീപം പോലെ 5 തിരിയിട്ട് കത്തിച്ച് അതിൽ ചന്ദനമൊക്കെ തൊട്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്ക് നല്ലോണം ഒരു ദോശനിലയിലോ ഒരു തട്ടത്തിലോ വയ്ക്കുക. അതിൽ കുറച്ച് അരിമണിയും കുറച്ച് നാണയവും വയ്ക്കുക. കുറച്ച് അരിയിട്ട് അതിൽ കുറച്ച് നാണയം വെച്ചിട്ട് അതിൻ്റെ മീതെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വിളക്ക് കൊളുത്തുക. വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് വിളക്ക് അണിയിക്കുകയൊക്കെ വേണം. കളഭവും കുങ്കുമവും ഒക്കെ വെച്ച് അണിയിക്കണം. അതിന് മുമ്പ് പനിനീര് തളിച്ച് വീടെല്ലാം ശുദ്ധി ചെയ്ത് വെച്ചതിന് ശേഷം തുളസി ഇലയിൽ ദേവിയെ ആവാഹിച്ച് നമ്മൾ അർച്ചന ചെയ്യുന്നതിന് മുമ്പായിട്ട് ദുർഗാദേവിയെ ആവാഹിച്ച് വയ്ക്കണം. ഇവിടെ മഹാദേവനെ കൂടെ അന്നപൂർണേശ്വരിയെ കൂടെയൊക്കെ ആവാഹിച്ച് എല്ലാ സമസ്ത ദേവതകളെയും ആവാഹിച്ച് വയ്ക്കും. ഗണപതി ഭഗവാനെ ആദ്യം പ്രാർത്ഥിക്കണം, സമസ്ത ഗുരുക്കന്മാരെ പ്രാർത്ഥിക്കണം, സമസ്ത ദേവതകളെയും. ഈ പൗർണമി എന്ന് പറയുന്ന രക്ഷസിനും കൂടി നിവേദ്യം കൊടുക്കാം. നമ്മൾ ക്ഷേത്രങ്ങളിൽ രക്ഷസിന് പത്മമിട്ട് നിവേദ്യം കൊടുത്തിട്ട് ചെയ്താൽ കൂടുതൽ പുണ്യമാണ്. അപ്പം രക്ഷസിന് പത്മമിട്ട് നിവേദ്യം അത് തിടപ്പള്ളികളിൽ ചെയ്യുന്നതാണ്. അപ്പം തിടപ്പള്ളി നിവേദ്യം എന്നാണ് ചില പ്രദേശത്ത് പറയുന്നത്, ചില പ്രദേശത്ത് രക്ഷസിന് പത്മമിട്ട് നിവേദ്യം എന്നാണ് പറയുക. അപ്പം പൗർണമി നാളിൽ രക്ഷസിന് പത്മമിട്ട് നിവേദ്യം കഴിക്കണമെങ്കിൽ തലേ ദിവസം തന്നെ ക്ഷേത്രത്തിൽ കൊടുക്കുക. എന്നാലാണ് അവർ പത്മമിട്ട് നിവേദ്യം അല്ലെങ്കിൽ തിടപ്പള്ളി നിവേദ്യം കഴിക്കും.
നമ്മൾ വീട്ടിൽ പൂജയ്ക്കിരിക്കുമ്പോൾ ഗണപതി ഭഗവാനെയും സമസ്ത ദേവതകളെയും നമ്മുടെ ഗുരുക്കന്മാരെയും പിതൃക്കളെയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച് തുളസിയിലയിൽ ദേവിയെ ആവാഹിച്ച് വച്ചതിന് ശേഷമാണ് നമ്മൾ ത്രിശതി ജപിച്ച് അർച്ചന ചെയ്യാൻ, ലളിതാ സഹസ്രനാമം ചൊല്ലി അർച്ചന ചെയ്യാൻ. ഒന്നുമില്ല എങ്കിൽ നമ്മൾ മഹാലക്ഷ്മിയുടെ വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ഓം ദുർഗായ നമ എന്ന് പറഞ്ഞ് ഒരു 108 ദുർഗാനാമം ചൊല്ലി അർച്ചന ചെയ്യാം. പിന്നെ 108 ഓം ശ്രീ നമ എന്ന് പറഞ്ഞ് മഹാലക്ഷ്മിയുടെ മൂലമന്ത്രം ചൊല്ലി അർച്ചന ചെയ്യാം. പിന്നെ എല്ലാം സർവ്വരോഗങ്ങളും മാറുന്ന ദേവാദിദേവനായ മഹാദേവനെ പ്രാർത്ഥിച്ച് 108 നമഃശിവായ ചൊല്ലിയിട്ടും അർച്ചന ചെയ്യാം. അപ്പം ഇതെല്ലാം ഈ അരിമണി കൊണ്ട് കുറേശ്ശെ 108. അപ്പം അതിന് സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏലക്കയോ 108 ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ ഏലക്ക ഇങ്ങനെ മാറ്റും. അപ്പോൾ ബാക്കിയുള്ളവർ അർച്ചന ചെയ്യും. ഒരാൾ ഓം നമഃശിവായ ഓം നമഃശിവായ ഓം നമഃശിവായ എന്നിങ്ങനെ ചെല്ലുമ്പോൾ ഓരോ ഏലക്ക ഇങ്ങനെ മാറ്റി വയ്ക്കും. അപ്പോൾ ആ 108 ഏലക്കയും ഇങ്ങനെ നീക്കി കഴിയുമ്പോൾ 108 അർച്ചന കഴിഞ്ഞു. അതുപോലെ തന്നെ ഓം ശ്രീ നമയും 108 പ്രാവശ്യം. അവസാനമാണ് മഹാദേവന്റെ അർച്ചന ചെയ്യുന്നത്. ഗണപതി ഭഗവാനെ സമസ്ത ദേവതകളെയും പ്രാർത്ഥിച്ച് ആവാഹിച്ച് പൗർണമി പൂജ ചെയ്ത് നിവേദ്യമൊക്കെ നമ്മൾ ദേവതയ്ക്ക് സമർപ്പിച്ച് നമുക്ക് അറിഞ്ഞോ അറിയാതെ നമ്മൾ വലിയ പൂജാരികളൊന്നുമല്ല. വെള്ള നിവേദ്യം മഹാദേവനെ സങ്കല്പിച്ച് വെള്ള നിവേദ്യം വച്ചിട്ടുണ്ട്. അമ്മയെ സങ്കല്പിച്ച് ദുർഗാദേവി സങ്കല്പിച്ച് പാൽപ്പായസം വച്ചിട്ടുണ്ട്. അവിടെ വിഷ്ണുവിനെ കൂടെ സങ്കല്പിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മഹാലക്ഷ്മിയെ മനസ്സ് സങ്കല്പിച്ച് അല്ലെങ്കിൽ അമ്മയെ സങ്കല്പിച്ച് നമ്മൾ കടുംപായസവും വച്ചിട്ടുണ്ട്. 3 നിവേദ്യവും വെച്ച് ആരാധനയൊക്കെ ചെയ്ത് ദീപാരാധന ചെയ്യുക. ആദ്യം ധൂപം കൊണ്ട് ചന്ദനത്തിലേക്ക് കത്തിച്ച് ധൂപമൊക്കെ കത്തിച്ച് ഒരു ആരാധന ചെയ്യുക. കിണ്ടിയിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാവണം. അത് കഴിഞ്ഞ് ദീപം കൊണ്ടൊരു ആരാധന ചെയ്ത് കർപ്പൂരാരാധനയും കഴിഞ്ഞ് നമ്മൾ വിളക്കൊക്കെ വലിച്ച് ആ തുളസിയില എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. ആ പ്രസാദം നമ്മൾ അരി വീണ്ടും നമുക്ക് അടുത്ത ദിവസം ആ അരി കഴുകി നമുക്ക് ഭക്ഷണമാക്കി എടുക്കാം. അരി ആയതുകൊണ്ട് ഒട്ടും കളയേണ്ട ആവശ്യമില്ല. അതുപോലെ കളയേണ്ട ആവശ്യമില്ല. അർച്ചന ചെയ്ത അരിയാണ്. അത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ശകലം മഞ്ഞപ്പൊടി മാത്രം ചേർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആ അരി പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. ഒന്നും നമുക്ക് നഷ്ടം വരുന്നില്ല. ആ 108 ഏലക്ക എടുത്ത് വീണ്ടും ചെപ്പിലിട്ട് സൂക്ഷിക്കാം. വീണ്ടും പൂജകൾ ചെയ്യുമ്പോൾ എണ്ണുന്നതിന് ഈ 108 ഏലക്ക എടുക്കാം. അങ്ങനെ സന്തോഷപൂർണമായിട്ട് ഈ വെള്ളിയാഴ്ച എല്ലാവരും തുലാമാസത്തിലെ പൗർണമി രോഗശമനത്തിന് വ്യാധിനാശത്തിനായി ചെയ്യുക. ലക്ഷ്മിയുടെ ദിവസമായതുകൊണ്ട് മഹാലക്ഷ്മിയുടെ കനകധാര സ്തവം കൂടി ചൊല്ലുക. അല്ലെങ്കിൽ ഓം ശ്രീ നമ എന്ന മൂലമന്ത്രം ചൊല്ലുക. പിന്നെ അന്നപൂർണേശ്വരി ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ദാരിദ്ര്യവും വരാതിരിക്കാൻ അന്നപൂർണേശ്വരി സ്തവം കൂടി ചെല്ലുക. എല്ലാം ചെയ്ത് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് പൂജ കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ആഗ്രഹിച്ചത് അതെല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങി ഒരു 3 മിനിറ്റ്, പറ്റുമെങ്കിൽ ഒരു 5 മിനിറ്റ് ചന്ദ്രഭഗവാനെ പൂർണ്ണചന്ദ്രനെ കണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ചയാണ്, സർവ്വ ഐശ്വര്യമാണ് ഭഗവാനെ ചന്ദ്രഭഗവാനെ അന്ന് കാണുന്നത്. പൂർണ്ണചന്ദ്രനെ കണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിൽ പ്രാർത്ഥിക്കൂ. നമ്മൾ മനസ്സിൽ ഇതാ ഭഗവാനെ ഞാൻ ഇന്ന് ഭഗവാനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സ് തുറന്ന് കണ്ണും ഇമ വെട്ടാതെ ഒരു 3 സെക്കൻഡ് ഭഗവാനെ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ രൂപം അതിനകത്ത് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം ആ പൂർണ്ണചന്ദ്രനെ നമ്മൾ നമ്മുടെ നഗ്ന നേത്രത്താൽ കാണുക. കണ്ടിട്ട് മനസ്സിൽ കണ്ണടച്ച് മനസ്സിൽ ഭഗവാനോട് നമ്മൾ ആ ഒരു ആവശ്യം പറയുക. ഭഗവാനെ അവിടുത്തെ രൂപം മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ഈ രൂപത്തെ മനസ്സിൽ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാനൊരാവശ്യം പറയുകയാണ്. എൻ്റെ ആവശ്യം അവിടുന്ന് നടത്തിത്തരുമെന്നുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പറഞ്ഞ ആഗ്രഹം നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. അവസാനം നമസ്കരിച്ച് നമ്മൾ അകത്തേക്ക് പോവുക. ഇത് സാധിക്കുന്നവർ ചെയ്യുക. അപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ സമയത്ത് ഒരു 7:30 പൂജ തുടങ്ങി, ഒരു 6:30 ചന്ദ്രോദയം തുടങ്ങി, 7:30 ആകുമ്പോഴേക്കും പൂജ കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റോ ഒരു 5 മിനിറ്റോ പുറത്തു പോയി ചന്ദ്രഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാൻ സാഹചര്യം കിട്ടുന്നവരെല്ലാവരും ഇത് ചെയ്യൂ. തീർച്ചയായും ഈ പൗർണമി എല്ലാ ഫലങ്ങളും നമുക്ക് തരും. ഇതുപോലെ എല്ലാ
പൗർണമിക്കും അർച്ചന ചെയ്ത് ഭഗവതിയുടെ ദേവിയുടെ പ്രഭാവം അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൂജ പൗർണമി വ്രതം എടുക്കുകയും പൂജ ചെയ്യുകയും ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.